ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഗെയിമർമാർക്കുമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഗെയിമാണ്. അപ്പോൾ ഗെയിമിൻ്റെ പേര് വന്നിട്ട് സമ്മർ വെക്കേഷൻ എന്നാണ്. ഇതൊരു ഫാമിലി അഡ്വഞ്ചർ ഗെയിമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഈ ഗെയിം ലോഡായി വരുവാണ്. അപ്പോൾ നമ്മൾ മോഡ് 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്ന് മോഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലെവൽ 1 ഇത് ഓരോ ലെവലായിട്ടാണ്. അതുകൊണ്ട് ഞാൻ വരുന്ന ഇടയ്ക്ക് ആഡൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്, ഫ്രഷൻ അപ്പ് ആൻഡ് എംബ്രേസ് ദ സ്റ്റാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ ഡേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവുകയാണ്. ആ ഒരു ടൈമാണ് 10:10. ഓക്കെ, ഇവരൊക്കെ ഭയങ്കര മടിയന്മാരാണ് തോന്നുന്നത്. ഗുഡ് മോർണിംഗ്, ഗെറ്റ് യുവർ സെൽഫ് സ്റ്റാർട്ട് ദിസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരാനാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് പല റോളാണ് ഗെയിംസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പല റോളിൽ കളിക്കാം. നല്ലൊരു ഗെയിമാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുളിക്കുവാണ്. ഓക്കെ, നമ്മൾ കുളിച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു പിക്നിക്. നമ്മൾ പിക്നിക്കിന് പോവുകയാണ് ഗെയ്സ്. യുവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആൻഡ് സർവ് ഇറ്റ് ഓൺ ദ ടേബിൾ. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കും ഭർത്താവിനൊക്കെ നമ്മൾ കൊടുക്കണം. അതാണ് അടുത്ത ടാസ്ക്കാണ്. ഓരോ ടാസ്ക് നമുക്ക് തരുമെന്ന് തോന്നുന്നു. ഓക്കെ, അത് ജോയിസ്റ്റിക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. ഓക്കെ, ഫ്രിഡ്ജ് തുറന്ന് നമ്മളെന്തോ എടുത്തിട്ടുണ്ട്. മുട്ടയാണോ ബ്രെഡോ എന്തോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓവനിൽ വെച്ച് ചെയ്തിട്ട് ഓവനിൽ വെച്ച് അത് ബേക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. ഓവൻ എത്രയോ ടൈം ആകും. ഓക്കെ, പെട്ടെന്നാവുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് സെർവ് ചെയ്യാം. കിഡ് വി ആർ ഗോയിങ് ഫോർ ദ പിക്നിക്. ഓക്കെ, നമ്മൾ പിക്നിക്കിന് പോവുകയാണ്. അപ്പോൾ പാക്ക് ദ ബാഗ്സ്. അപ്പോൾ നമ്മൾ ബാഗ് എടുത്തിന് വെക്കണം. പാക്ക് ദ ബാഗ്സ് ഫോർ ദ പിക്നിക് എന്നാണ് അടുത്ത ടാസ്ക്. ഓക്കെ, നമുക്ക് താഴെ ഇങ്ങനെ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് തെറ്റത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് ഇവർ തന്നെ കാണിച്ചു തരും. പാക്ക് ദ ബാഗ്സ്. നമ്മൾ എക്സൈറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ല, നമ്മൾ ഒരു ടൂർ പോകുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാതിരിക്കൂ. ഓക്കെ, നമുക്കിനി അലമാരി പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം. ഓക്കെ, 2-3 ചുരിദാർ ഇങ്ങോട്ട് വരട്ടെ. എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര പാടുണ്ട് കളിക്കാൻ. ഓക്കെ, ഷോക്കേസ് തുറന്ന് നമ്മൾ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് വേറെന്തോ ഒരു പെട്ടിയോ മറ്റോ സാധനം എന്തോ എടുക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് തന്നെ വെക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, അത് നമ്മൾ വെച്ചിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. മേക്ക് കോഫി ആൻഡ് പുട്ട് ദ ഡിഷസ് ഇൻ ദ സിങ്ക്. അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട്. നമ്മൾ പാത്രമൊക്കെ കഴുകി ഒരു കോഫിയും കുടിക്കണം. കോഫി ഉണ്ടാക്കണം. ഓക്കെ, നമ്മളപ്പോൾ പിന്നെയും കിച്ചണിലോട്ട് പോകുന്നുണ്ട്. കിച്ചണിൽ പോയിട്ട് അതെ അപ്പോൾ ഇവിടെ കോഫി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെന്ത് ചെയ്യണം? ഓക്കെ, കോഫി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സിങ്കിലോട്ട് പാത്രങ്ങളൊക്കെ എടുത്തിടണം. പോരട്ടെ. ഓക്കെ, നമ്മളപ്പോൾ സിങ്കിലോട്ട് പാത്രങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുടിക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും റെഡിയാകുമെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ പുറത്ത് പോയിട്ട് നമ്മുടെ വണ്ടി ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ എവിടെ പോകുന്നതെന്ന് അറിയില്ല. പാക്ക് സം ഈറ്റബിൾ സ്റ്റഫ് ഫോർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരാളുടെ റോൾ കിട്ടിയിട്ടുണ്ട്. ഇതാരാ? അച്ഛനാന്ന് തോന്നുന്നു, ഭർത്താവാന്ന് തോന്നുന്നു നമ്മുടെ. അതാ. ഓക്കെ, കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് നമുക്കതൊക്കെ വെക്കണം. ഇതാണ് നമ്മുടെ പെട്ടി. ഓക്കെ, ഫുഡ് വെക്കാനുള്ള പെട്ടിയിൽ നമ്മൾ ഫ്രൂട്ട്സ് നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഫുഡ് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോകണം. താഴെ ഇത് സ്പീഡിൽ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്പീഡിൽ നടന്ന് വേഗം പോയ ട്രക്കിങ്ങിനുള്ള വണ്ടിയിൽ പോയി എടുത്ത് വെക്കട്ടെ. ഓക്കെ, നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പെറ്റിന് ഫുഡ് കൊടുക്കണമെന്നാണ് തോന്നുന്നത്. ഇതാരാണിത്? മോനാണോ? ഏതോ ചെറുക്കനും കൂടി ഉണ്ട് ഗീസ്. ഫീഡ് ദ പപ്പി, ടേക്ക് ഹിം ഇൻ ദ കാർ. ഓക്കെ, ഇനി ഇവന് നമുക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഇവനെ കാറിലോട്ട് ഇടണം.
ഓക്കെ, നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് കിച്ചണിലോട്ട് പോവാണ്. കിച്ചണിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഫുഡുണ്ട്, നമുക്ക് നോക്കാം. അതെ അവിടെ എന്തോ ഇരിപ്പുണ്ട്. ജോയ്സ്റ്റിക്ക് നന്നായിട്ട് വഴങ്ങുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മൾ അതെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പപ്പീൻ്റെ അടുത്തോട്ട് പോവാം. എന്തൊരു പാടാ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളത് പപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്താണാവോ? പട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, നല്ല സ്നേഹമുള്ള പട്ടിയാന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അത് നമ്മളെടുത്ത് ആ ബാഗിൻ്റെയൊക്കെ കൂടെ നമ്മൾ പുറകിലെടുത്ത് ഈ ഫുഡും കൂടി വെക്കണം. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല നന്നായിട്ട്, പക്ഷേ ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ്? അത് കൊള്ളാം. ഡ്രൈവ് ത്രൂ ദ പെട്രോൾ പമ്പ്. അടുത്ത നമ്മൾ പെട്രോൾ അടിക്കാൻ പോകണമെന്ന് തോന്നുന്നു വണ്ടിയൊക്കെ എടുത്ത്. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, പോവാം. അപ്പോൾ നമ്മൾ പോവുകയാണ്. അടുത്ത പെട്രോൾ പമ്പിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ചെക്ക് പോയിന്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്താ റേസാണോ അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളോരോ ചെക്ക് പോയിന്റ് ഇതാണ്ട്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് ഗീസ്. ടാസ്ക്കാണ്. ഇതിനകത്ത് കൊള്ളിപ്പിച്ചാൽ മതിയായിരുന്നു, തന്നെ അവിടം വരെ പോകുമല്ലേ. ഞാൻ കറക്റ്റ് അതിനകത്തോട്ടൊക്കെ നടത്തിയിട്ട് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, നമ്മൾ ഇറങ്ങി നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം. സെൽഫ് പെട്രോൾ സിസ്റ്റം ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ തന്നെ പെട്രോൾ അടിക്കണമെന്ന് തോന്നുന്നു. ഫിൽ അപ്പ് ദ ടാങ്ക് ആൻഡ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇനി നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഓക്കെ, പെട്രോൾ നോക്കിയിട്ടുണ്ട്. എന്തോ നെക്കിയിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇച്ചിരി ദൂരെ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചാൽ മതി, നമുക്ക് പൈസ സേവ് ചെയ്യാം. ഓക്കെ, 1/2 ലിറ്ററിൻ്റെ അടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഹോട്ടൽ വല്ലതും ആണോ? അല്ലെങ്കിൽ ഇത്ര അടുത്തായിട്ട് വരുമല്ല. ഓക്കെ, നമ്മൾ ഓരോ ചെക്ക് പോയിന്റ് ഇങ്ങനെ കടന്ന്, അതെ മാപ്പിൽ കാണിക്കുന്നുണ്ട് നമ്മളേതോ അടുത്ത് തന്നെയാണ് പോകുന്നത്. ഇതൊരു ഹോട്ടലാണ്. ഓക്കെ, എൻ്റെ ഫോൺ ടച്ചൊക്കെ ആകെ ലാഗായിട്ടിരിക്കുകയാണ്, ഹാങ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഗെറ്റ് യുവർ എൻട്രി ഇൻ ദ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അഡ്മിഷൻ എടുക്കണം. ഇവിടുത്തെ നമ്മൾ റൂം എടുത്താലേ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വി വാണ്ട് ടു റെൻ്റ് 4 ബെഡ്റൂം ഫോർ 1 ഡേ. ഓക്കെ, ഇവിടെ ഒരു നല്ലൊരു റൂം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ വന്നോളും. നമ്മൾ ഫോട്ടോ എടുക്കണം. ഇപ്പോൾ മറ്റേ ആളുടെ റോളായെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്ന അക്കൗണ്ടൻ്റ്. ഓക്കെ, നമ്മളെല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് ഗീസ്. അടുത്ത കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ആളുടെയും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഗോയിങ് ടു ദ റൂം, ഫോളോ ദ വെയിട്രസ്. ഓക്കെ, നമ്മൾ വെയിട്രസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി നമ്മുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മളപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ കാണിക്കുന്ന പൊളിയുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ എത്രാമത്തെ നിലയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അത് തന്നെ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ വാതിൽ തുറക്കാൻ പോണ്. വാതിൽ തുറക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. 4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെയും വേറൊരാൾ വരുന്നുണ്ട്. ഇതെനിക്ക് ഒന്ന് ഫുഡൊക്കെ തരാൻ വേണ്ടി വരുന്ന ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ഫുഡുണ്ട്. വണ്ടർഫുൾ പാർക്കുണ്ട് നമുക്ക്. സോഫ്റ്റ് ലാൻഡ് ക്ലിയർ.
ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ റൈഡൊക്കെ എൻജോയ് ചെയ്യാൻ പോവാണ് ഗൈസ്. പൊളിയില്ലേ, നല്ല വൈബുള്ള ഗെയിം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കളിച്ച് നോക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ബൈ ടിക്കറ്റ്സ് ഫ്രം ദ ടിക്കറ്റ് ബൂത്ത്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ടിക്കറ്റ് സെൻറ്റർ ഉണ്ട്. നമുക്ക് അവിടെ പോയി 4 ടിക്കറ്റ് എടുക്കണം. എത്ര ടിക്കറ്റാണ്? 4 ടിക്കറ്റ്. സാർ വി വാണ്ട് ദ ടിക്കറ്റ്. ഓക്കെ, നമുക്ക് എല്ലാത്തിനും ടിക്കറ്റ് എടുക്കണം. എന്താ റോളർ കോസ്റ്ററും ഹോഴ്സ് റൈഡും ജയൻ വീലിനും എല്ലാത്തിനും നമ്മൾ ക്രിക്കറ്റ് എടുത്തിട്ടുണ്ട്. വിത്ത് സോഫ്റ്റ് സാൻഡ് ക്ലിയർ ബ്ലൂ വാട്ടർ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഓക്കെ, ടേക്ക് ദ ഫെറിസ് വീൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ആടുവാണ്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാടുന്നതോടെ ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ ആകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 ആണിത്. പാർട്ട് 2-നായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ.